मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरु श्रीयुतापदकमलं श्रीगुरु वैष्णवांश श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सगणललितां श्रीविशाखान्वितां च हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांदा राधा कांद नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पंचतत्त्वात्मकं कृष्णं भक्तरूपास्वरूपकं भक्तावतारं भक्ताख्यां नमामि भक्तशक्तिकं नित्यानन्दं हन्नौमि सर्वानन्दकरं परं हरिनामपदं देवम् अवधूतशिरोमणि। नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नाम्ने गौरिष्ये नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। श्री प्रभुपाद की जय, महाराज की जय। परमानंदी हरे 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 कृष्ण। हरे कृष्ण माताजी स्क्रीन കാണാനോ ദിവ്യ മാതാജി? ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി കാണാം. ഫുൾ സ്ക്രീൻ അല്ലേ? ഫുൾ ആയിട്ട് കാണാം. ഓക്കേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സ്മിതേഷ് പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കേ. പിന്നെ നമ്മൾ അവസാനത്തെ അധ്യായം 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത, നമ്മുടെ 18 ദിവസത്തെ യജ്ഞം ഇന്ന് സമാപിക്കുന്നതാണ്. പിന്നൊരു വിശേഷം കൂടിയുണ്ട്. നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ആ തിരോഭാവ ദിനമാണ്. അദ്ദേഹം ഭഗവാന്റെ നിത്യലീലയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നതാണ്. നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ അവരൊക്കെ ഭഗവാന്റെ നിത്യലീലയിലുള്ളവരാണ്. അവര് ഇവിടെ ഗോലോക വൃന്ദാവനത്തിലുള്ളവർ തന്നെയാണ്. അവര് നമ്മളെ പോലുള്ള ആ പതിതാത്മാക്കളെയൊക്കെ ഉദ്ധരിക്കാനായിട്ട് അതിനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഭക്തി സിദ്ധാന്ത സരസ്വതി എന്ന് പറയുന്നത് നയനമണി മഞ്ജരി എന്ന മഞ്ജരിയാണ് രാധാകൃഷ്ണന്മാർക്ക് സേവനം ചെയ്യുന്നത്. അപ്പൊ ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഭഗവാന്റെ അടുത്തേക്ക് ആ നിത്യലയിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ടുള്ള ദിവസമാണ്. അപ്പൊ നമ്മുടെ ഈസ്കോണിലെ അങ്ങനെയുള്ള ആചാര്യന്മാരുടെ ഒക്കെ ആ തിരോഭാവ ദിനം അവര് നല്ലവണ്ണം ആഘോഷിക്കുന്നു. അവര് അത്രയും പ്രിയപ്പെട്ടതാണ് ഭഗവാൻ. അപ്പൊ അവര് ഇവിടെ നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളതാണ്. എന്നാലും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകുന്നത് നമ്മൾ ആഘോഷമായിട്ട് നടത്തുന്നു. അപ്പൊ ആ ഭക്തി സിദ്ധാന്ത സരസ്വതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാധാകൃഷ്ണ പ്രേമം നമുക്ക് ലഭിക്കാനും ഭഗവാന്റെ തിരുനാമം നമുക്ക് ആ ശുദ്ധതയോടെ രുചിയോടെ ജപിക്കാനും ഒക്കെ നമുക്ക് ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനോട് പ്രാർത്ഥിക്കാം. പ്രഭുപാദരുടെ ഗുരുവാണ് അല്ലെ? നമുക്കറിയാം പ്രഭുപാദർ, ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദരുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ്, അത് നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദർ അമേരിക്ക പോലുള്ള രാജ്യത്തിലൊക്കെ പോയിട്ട് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കുറിച്ചുള്ള പ്രണാമ മന്ത്രം ചൊല്ലാം. അപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, നമുക്ക് കൃഷ്ണപ്രേമം ലഭിക്കാനും ആ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾക്ക് നമുക്ക് നന്നായി ചെയ്യാനും ഒക്കെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനെ ശ്രീവാർഷഭാനി ദേവി ദയിതായ പ്രഭാബ്ദേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനെ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുക ഭക്തിദ ശ്രീ ഗൗര കരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനധാരിണി രൂപാനുക വിരുദ്ധാപ സിദ്ധാന്ത ദാന്തഹാരിണി
ഭഗവാൻ ശ്രീകൃഷ്ണന് അത്യന്തം പ്രിയങ്കരനും അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചനുമായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ പാർശ്വദാനവി ദൈതദാസനായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം ശ്രീമതി രാധാറാണിക്ക് പ്രിയങ്കരനും സമുദ്രവും കൃഷ്ണഭക്തി പ്രദാനം ചെയ്യുന്നവനുമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കരുണാശക്തിയുടെ മൂർത്തി ഭാവത്തിന് ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം ശ്രീല രൂപഗോസ്വാമിയുടെ പരമ്പരയിൽ നിന്ന് വരുന്ന രാധാകൃഷ്ണന്മാരുടെ മാധുര്യരസ സമ്പുഷ്ടമായ പ്രേമഭക്തി പ്രദാനം ചെയ്യുന്നു. ശ്രീ ചൈതന്യ ശിഷ്ണങ്ങളുടെ മൂർത്തി ഭാവത്തിന് ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് പതിതാത്മാക്കളുടെ രക്ഷകനാണ്. ഭക്തിയെയും സേവനത്തെയും കുറിച്ചുള്ള ശ്രീ രൂപഗോസ്വാമിയുടെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായവയൊന്നും തന്നെ അങ്ങ് സ്വീകരിക്കുന്നില്ല. ഇതാണ് ഭക്തി സിദ്ധാന്ത സരസ്വതിയെ കുറിച്ചുള്ള പ്രാർത്ഥന. ഭക്തി സിദ്ധാന്ത സരസ്വതിയെ കുറിച്ച് അറിയപ്പെട്ടിരുന്നത് സിംഹഗുരു എന്നാണ്. അന്നത്തെ കാലത്ത് കാസ്റ്റ് ബ്രാഹ്മണിസ് ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് അതിനൊക്കെ എതിരായിട്ട് ഭഗവാൻ തന്നെ പറയുന്നു അല്ലെ. ഇവിടെ എന്താണ്, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അനുസരിച്ചിട്ടാണ് 4 വിഭാഗങ്ങൾ അല്ലെ. ചതുർവർണ്ണമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്ന. അപ്പോ നമ്മുടെ ആ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണർ ക്ഷത്രിയരും എന്നൊക്കെ അത് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ പ്രവർത്തനങ്ങൾ. ഭക്തി സിദ്ധാന്ത സരസ്വതി അനേകം ആൾക്കാർക്ക്, ശൂദ്രന്മാരായിരിക്കുന്നവരെ വരെ അവരെയൊക്കെ വേദം പഠിപ്പിച്ചു, ഭഗവാനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു, എല്ലാ പൂജാവിധികളും പഠിപ്പിച്ചു. അവർക്കൊക്കെ ബ്രാഹ്മണിക്ക് ത്രെഡ് കൊടുക്കുകയുണ്ടായി. അവരൊക്കെ ബ്രാഹ്മണന്മാരായി ഉയർത്തുകയുണ്ടായി. അവരൊക്കെ പൂജാരിമാരാക്കി മാറ്റുകയുണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ആ സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയെ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി. അപ്പോ അദ്ദേഹം സിംഹഗുരു എന്ന പേരിൽ അറിയപ്പെട്ടു. അത്രയും എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഒരു സൂര്യ സിദ്ധാന്തം എന്ന പേരിൽ ഒരു അത്രയും വലിയൊരു ഗ്രന്ഥം തന്നെ എഴുതുകയുണ്ടായി. അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും രാധാകൃഷ്ണന്മാർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ, ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും ഒരു വിഗ്രഹം അന്വേഷിച്ചിട്ട് അവിടെ മായാപൂരിൽ പ്രതിഷ്ഠിക്കാനായിട്ട് ഒരു വിഗ്രഹം തേടിയിട്ട് ജയ്പൂരിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ ജയ്പൂരിൽ പോയിട്ട് കുറെ ദിവസം പരതി നടന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു രാധാകൃഷ്ണ വിഗ്രഹം ലഭിക്കുകയുണ്ടായില്ല. അങ്ങനെ തിരിച്ചു വരേണ്ട അവസാന ദിവസം നാളെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി. അപ്പോ അങ്ങനെ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ അദ്ദേഹം അതിനെ തേടിയിട്ട് അവിടേക്ക് പോവുകയുണ്ടായി. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പി അത് കുറെ ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലും ഭഗവാൻ അവിടെ വന്നിട്ട് പറഞ്ഞു, നാളെ ഇത് അന്വേഷിച്ചിട്ട് ഒരാൾ വരും, നീ കൊടുക്കണം ഇത്. അദ്ദേഹത്തിൽ നിന്ന് യാതൊരു പണവും വാങ്ങാത്ത അദ്ദേഹത്തിന് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. പൂർണ്ണ സന്തോഷത്തോടെ അദ്ദേഹത്തിന് ഇത് കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് പ്രകാരം ഭക്തി സിദ്ധാന്ത സരസ്വതി ആടെ എത്തിയപ്പോ തന്നെ ആ ശില്പി പറയുകയുണ്ടായി, ശില്പിയുമായിട്ട് യാതൊരു പരിചയമില്ല. ആ ശില്പി പറയുകയുണ്ടായി, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്താ ഇത്രയും വൈകിയത്, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇതാ ഈ വിഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഭഗവാൻ വന്നിട്ട് പറഞ്ഞു ഇത് ഇന്നയാളുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്തി സിദ്ധാന്ത സരസ്വതിക്ക് രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായി. അപ്പൊ അതാണ് രാധാ ഗന്ധർവിക ഗിരിധാരി എന്ന് പറഞ്ഞിട്ട് മായാപൂരിൽ നിങ്ങൾക്ക് കാണാൻ പോയാൽ അവിടെ കാണാൻ സാധിക്കും. ചൈതന്യ മണ്ഡലം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ രാധാകൃഷ്ണന്മാർ ഭക്തി സിദ്ധാന്ത സരസ്വതിയോട് എപ്പോഴും സംസാരിച്ചിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി അങ്ങോട്ടും സംസാരിച്ചിരുന്നു. അപ്പോ അവരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ഭഗവാന്റെ നിത്യലീലയിലാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി മഞ്ചരിയാണ്. അപ്പൊ ഭഗവാനുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ പലപ്പോഴും ഭക്തി സിദ്ധാന്ത സരസ്വതി സംസാരിക്കുന്നത് ശിഷ്യന്മാർ ഒളിഞ്ഞു നിന്നിട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു, തൂണിന്റെ മറവിൽ നിന്റെ ശിഷ്യന് ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. വിഗ്രഹം തന്നെ ഭഗവാൻ തന്നെ. അപ്പൊ അങ്ങനെ ഭക്തി സിദ്ധാന്ത സരസ്വതി അത് നോക്കി. അപ്പൊ അവിടെ ശിഷ്യന് ഒളിഞ്ഞിരുന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അത്രയും ഭഗവാനുമായിട്ട് അടുപ്പമുള്ള ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ നിത്യലിലുള്ള മഞ്ചരിയാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് മഹാരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ
പ്രഭുപാദർക്ക് ഇത്രയും കാരുണ്യം ലഭിച്ചിട്ടുള്ളത് ആ ഗുരുവിൽ നിന്നാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അപ്പൊ നമുക്ക് ആ പ്രഭുപാദരോടും പ്രഭുപാദരുടെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, പ്രഭുപാദ് മഹാരാജാവിനോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആ കൃഷ്ണ ഭക്തി ലഭിക്കാനായിട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 18ാമത്തെ അധ്യായമാണ് ഇന്ന്, സന്യാസത്തിന്റെ പരിപൂർണത. 17 അധ്യായങ്ങളിലായിട്ട് ഭഗവത്ഗീതയിലെ കുറെ കാര്യങ്ങളും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ 18ാമത്തെ അധ്യായം ഈ ഭഗവത്ഗീതയുടെ കൺക്ലൂഷൻ ആണെന്ന് പറയും. അതിലുള്ള 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൂടി നമുക്ക് 18ാമത്തെ അധ്യായത്തിൽ അവസാനമായിട്ട് ഭഗവാൻ നൽകുന്നുണ്ട്. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അപ്പോ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെ. എന്താണ് ചോദിക്കുന്നത്? ഭഗവാനെ, എന്താണ് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ളത് കൊണ്ട് ഋഷികേശൻ എന്ന് വിളിക്കും അല്ലെ. കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ട് കേശവൻ എന്ന് വിളിക്കും. ഭഗവാൻ ഇങ്ങനെ അനേകം നാമങ്ങളുണ്ട്. ഇവിടെ ചോദിക്കുന്നു, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാന്റെ അഭിപ്രായമല്ല. ഭഗവാൻ പറയുന്നു, എന്താണ് വിദ്വാൻമാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഭൗതിക വാഞ്ചകൾക്കുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ്. പിന്നെ സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്നും വിളിക്കുന്നത് എന്ന് പറയുന്നു. രാജ്യം ദോഷവതിത്യേക കർമ്മ പ്രാഹുർമനീഷിണ യജ്ഞദാന തപ കർമ്മ നത്യാജാമിതി ചാപരെ. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികളും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഭഗവാന്റെ അഭിപ്രായം ഭഗവാൻ പറയുന്നു, നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷ വ്യാഗ്ര ത്രിവിധ സംപ്രകീർത്തിത. ഹേ ഭരതശ്രേഷ്ഠ, ത്യാഗത്തെ കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഗ്രമേ, ത്യാഗം 3 വിധമാണെന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. യജ്ഞദാന തപ കർമാനത്യാജം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിനോ. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു. യജ്ഞം, ദാനം, തപസ്. നമ്മൾ പഠിച്ചു അല്ലെ, ഇതൊക്കെ ആരെ സംതൃപ്തനാക്കാനാണ്? ഭഗവാനെ സംതൃപ്തനാക്കാനാണ് ഈ യജ്ഞമായാലും ദാനമായാലും തപസ്സൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു, അതൊന്നും ഒരിക്കലും ഉപേക്ഷിക്കേണ്ടവല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ 3. ഏതാന്യപിതു കർമാണി സംഘം ത്വക്താ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ആസക്തിയോ ഫലേദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് ഇവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ടോ ആസക്തി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൽ ഫലം ഉദ്ദേശിച്ചിട്ടോ ഒന്നും ആവരുത് അല്ലെ. അതെന്താണ്? സ്വന്തം കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ ഭഗവാനെ സംതൃപ്തനായിട്ട് ആക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നേതസ്യത് സന്യാസ കർമ്മണോന്യപത്യതേ മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത്യജേത്
സകൃത്യ രാജസം ത്യാഗം നൈവത്യാഗ ഫലം ലഭി. നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കില്ല. അപ്പോ സ്വന്തം കർത്തവ്യങ്ങള് ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതിയിട്ട് ചെയ്യാതെ വിടുന്നത് അല്ലെ, അത് രാജസ ഗുണത്തിലുള്ള ത്യാഗമാണെന്ന് പറയുന്നു. നമ്മൾ എപ്പോഴും ഓർമ്മ വേണം, അർജുനൻ ആ യുദ്ധക്കളത്തില് യുദ്ധം ചെയ്യാനാകാതെ വിഷാദവാനായിട്ട് ഇരിക്കുന്നതാണ് അല്ലെ. അപ്പോഴാണ് ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. കാര്യം ഇത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്വക്താഫലം ചൈവ സത്യാഗാ സാത്വികോ മത. അർജുന, ഭൗതിക സംഗ്രഹീതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മ ഫലങ്ങളായ സുഖദുഃഖാനുഭവങ്ങൾ ഇടവരുന്നില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവരല്ലേ, അവരെന്താണ് ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിലും അവര് മുക്താവസ്ഥയിലാണ്. ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടുള്ളതാണ്. അപ്പൊ മുക്താവസ്ഥ എന്ന് പറയുന്നത് മോശമല്ല, അത് എന്താണ്, ആ മോശം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക അല്ലെ. എന്നാൽ ഇവിടെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവർ ഭൗതികമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും അതിനോടൊക്കെ വിരക്തി വന്നിട്ട് അതിൽ നിന്നൊക്കെ എന്താണ് അതിനൊക്കെ മറികടന്നിട്ട് ഭഗവാനിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ളവര് ഇവിടെ തന്നെ എപ്പോഴും മുക്താവസ്ഥയിലാണെന്ന് പറയുന്നു. നിയതം സംഗരഹിത മരാഗദ്വേഷത കൃതം അഫലപ്രോസ കർമ്മ യത്തസ്വാത്വികം ഉച്യതേ. അനാസക്തനമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. യദത്തു കാമേ സുനാ കർമ്മ സഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തത്രാജസമുദാഹൃതം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ടും ചെയ്യുന്ന കർമ്മമാണ് രാജസകർമ്മം, രജോ ഗുണത്തിലുള്ളത്. അനുബന്ധം ക്ഷയം ഹിംസ മനപേക്ഷ്യാച്ച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്താമസമുച്യതേ. തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്രനിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രേ താമസം. തമോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന നാശവും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം അതിർത്തിയിലൊക്കെയുള്ള തീവ്രവാദികളൊക്കെ അവരവിടെയുള്ള ഗ്രാമവാസികളൊക്കെ അവരുടെ സമ്പത്തും അവരുടെ വീടും എല്ലാം നശിപ്പിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു തമോ ഗുണത്തിലുള്ളവർ. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച കാര്യാകാര്യ നിഭയാഭയേ ബന്ധം മോഷം ചയാ വേത്തി ബുദ്ധി സാപാർത്ഥ സാത്വികി. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി. യയാ ധർമ്മമധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി. പാർത്ഥ, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചാൻ അറിയാനാവാത്ത ബുദ്ധി രാജസമാണ്. രജോ ഗുണത്തിലുള്ള എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, ഏതാണ് അധർമ്മം ഏതാണ് ധർമ്മം എന്നൊക്കെ തിരിച്ചറിയാനാവാത്തത്. അധർമ്മം ധർമ്മമിതിയ മന്യതേ താമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ ബുദ്ധി സാ പാർത്ഥ താമസി. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. അപ്പൊ നമുക്ക് ഇന്ന് പലയിടത്തും കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലും കാണാൻ സാധിക്കുക അല്ലെ. ധർമ്മത്തെ അധർമ്മമായി കണക്കാക്കും, അവര് ധർമ്മം ചെയ്യില്ല അല്ലെ. അധർമ്മം ചെയ്തിട്ട് അവര് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്കിന്ന് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക പലയിടത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തമോ ഗുണത്തിലുള്ളതാണ്, അവരുടെ ബുദ്ധി തമോ ഗുണത്തിലുള്ളതാണെന്ന് ഭഗവാനോട് പറയുന്നു. തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തസ്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം.
ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃത തുല്യവും ആത്മസാക്ഷാത്കാരം ഉണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖം എന്ന് പറയും. സാത്വികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത് ആദ്യം വിഷം പോലെയാണ്, വളരെ പ്രയാസമായിരിക്കും, എന്നാൽ അവസാനം അത് അമൃത തുല്യവുമാണ്. ഇപ്പൊ നമുക്ക് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെയാണ്. ഇത് എന്തോ വളരെ പ്രയാസം പിടിച്ച ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. ആദ്യം അതിനോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമുക്ക് അതിനോടൊരു സ്വാദ് വന്നു കഴിഞ്ഞാൽ, രുചി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് അമൃത തുല്യമാവും അല്ലെ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ സഹിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനമാകുമ്പോഴെന്താണ്, അത് അമൃത തുല്യമാവും. അങ്ങനെയുള്ളത് സാത്വിക സുഖം എന്ന് പറയും. വിഷയേന്ദ്രിയ സംയോഗാത് എത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃത. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃത തുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവുകയും രാജസമാണ് ഈ സുഖം. രജോ ഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം അതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ലഭിക്കുന്നതാണ്. അതിന് ആദ്യവും അവസാനമുണ്ട്, നമ്മൾ പഠിച്ചു അല്ലെ. തുടക്കത്തില് വളരെ സന്തോഷം തരും, അമൃത തുല്യമാണ്. ഒടുവില് അത് വിഷം പോലെയാവും, അത് നമുക്ക് ദുഃഖത്തെ തരും, സങ്കടത്തെ തരും. എന്ത് തന്നെ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് നേടുമ്പോഴും നമുക്ക് അത് ലഭിക്കുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്നിട്ട് പിന്നീട് അതിനെന്തെങ്കിലും അത് കേടാവുകയോ അത് നശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും, സങ്കടം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതാണ് രജോ ഗുണത്തിൽ നിന്നുള്ള സുഖം. യദഗ്രേചാനുബന്ധേച സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദോത്തം തമാസമുദാഹൃതം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്തവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. തമോ ഗുണത്തിലുള്ള ആ സുഖം അതെന്താണ്? അന്ധമാണ് അല്ലെ, അജ്ഞാനമാണ്. എന്താണ്? യാതൊരു ഭഗവാനെ കുറിച്ചും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊന്നും അറിയാതെ എപ്പോഴും കൂടുതലായിട്ട് ഉറങ്ങുക അല്ലെ, അലസമായിട്ടിരിക്കുക, ഇതൊക്കെയാണ് തമോ ഗുണത്തിലുള്ള സുഖം. നത്തദസ്തി പൃഥ്വിവാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം ഏതേപി സ്യാത് ത്രിഭിർഗുണൈ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിലോ ദേവന്മാർക്കിടയിലോ പ്രകൃതി ജങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ആത്മാവുമില്ല. എല്ലായിടത്തും എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഈ 3 ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു അല്ലെ. ബ്രഹ്മാവായാലും ഏറ്റവും ചെറിയ ജീവിയായാലും ഒക്കെ ഈ 3 ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഇതിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനും ഇല്ല എന്ന് ഭഗവാനോട് പറയുന്നു. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിതം തദം സ്വകർമ്മണാ തമപ്യർച്ച്യ സിദ്ധിം വിന്ദതി. മാനവ, സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. ഈ അദ്ദേഹത്തിൽ കുറെ ശ്ലോകങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അതിൽ തന്നെ കുറെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ലെവലിൽ കൂടുതലായിട്ട് പഠിക്കാം. 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോച്ചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളുടെ സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭഗവാനെ തന്നെ എപ്പോഴും ധ്യാനിച്ചിരിക്കുന്നവർ, ആ ഭഗവാന്റെ ആ പ്രിയഭക്തന്മാർ, അവർക്ക് എന്താണ്? അവരെ എപ്പോഴും പരമാനന്ദം അനുഭവിക്കുന്നു പറയുന്നു. അവർക്ക് ഭൗതികമായിട്ടുള്ള യാതൊന്നും അവരെ ബാധിക്കുന്നില്ല അല്ലെ. അവർക്ക് ദുഃഖമില്ല, പിന്നെ ആഗ്രഹങ്ങളും ഇല്ല. എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയാണ്. എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ? വിദ്യ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനെ നമ്മൾ പഠിച്ചു. അറിവും വിനയവും ജ്ഞാനവുമുള്ള ആ ഒരു വ്യക്തി എല്ലാവരിലും, എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മായിരിക്കുന്ന ആ ഭഗവാനെ കാണുന്നു അല്ലെ. അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ഉൾവസിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് അദ്ദേഹം ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവികളും എന്താണ്? ആനയായാലും സിംഹമായാലും പട്ടിയായാലും പൂച്ചയായാലും ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എല്ലാവരെയും
സമഭാവനയോടെ കാണുന്നു. അവരുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഭഗവാനെയാണ് അദ്ദേഹം കാണുന്നത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭഗവാൻ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ സമീപിക്കാൻ കഴിയൂ എന്ന് ഭഗവാനോട് പറയുന്നു. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണ ബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഭഗവാൻ ഇവിടെ തീർത്തു പറയുന്നു, ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ എന്ന് പറയുന്നു. നമ്മുടെ ഭൗതികമായിട്ടുള്ള ജ്ഞാനം വെച്ചിട്ടോ നമ്മുടെ കഴിവ് വെച്ചിട്ടോ ഒരിക്കലും നമുക്ക് ഭഗവാനെ സമീപിക്കുവാനോ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ ഒന്നും സാധിക്കില്ല. ഭഗവാന്റെ തന്നെ കാരുണ്യം കൊണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ഭക്തിയുടെ സേവനം കൊണ്ട്. അല്ലെ, നമ്മൾ പഠിച്ചു. അത് ശ്രീകൃഷ്ണ നാമാദി നഭവേദ്ഗ്രാഹിമിന്ദ്രിയ സേവന്മുഖേഹി ജിഹ്വാദി സ്വയമേവ സ്ഫുരത്യതേ. ശ്രീലത ഭഗവസ്വാമി പറയുന്നു ഭക്തി സാമ സിന്ധുവില്. അല്ലെ, ഭഗവാന്റെ നാമം, രൂപം, ലീല, ഗുണങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഭൗതികമായിട്ടുള്ള ജ്ഞാനം കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭക്തിയുടെ സേവനം ജിഹ്വ, നാവിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നു. ഭഗവത് പ്രസാദം കഴിക്കുക, അത് നമ്മളെ ശുദ്ധീകരിക്കും. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, അതും നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹൃദയത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാകുമ്പം നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ സമീപിക്കുവാനും ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ സാധിക്കും. ഇവിടെ കാണാം ഗജേന്ദ്രനെ, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും അല്ലെ. ശ്രീമദ് ഭാഗവതത്തിൽ ഗജേന്ദ്ര മോക്ഷം എന്ന ഭാഗം തന്നെ ഉണ്ടാവും. നിങ്ങൾ സപ്താഹത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗജേന്ദ്രൻ പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്നു. അദ്ദേഹം അവസാന കാലഘട്ടമായപ്പോഴേക്ക് രാജ്യമൊക്കെ ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു ആശ്രമത്തിലെ എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവിടെ അഗസ്ത്യമുനി ഒരിക്കൽ വരികയുണ്ടായി. അഗസ്ത്യമുനി വരുമ്പോൾ എന്താണ് അതിന്റെ മുന്നേ തന്നെ അഗസ്ത്യമുനി കാണുമ്പോൾ അദ്ദേഹം രാജാവായിരുന്നു, എല്ലാ പ്രൗഢിയോടെയും കൂടി രാജ്യം ഭരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ അവിടെ ധ്യാനത്തിലിരിക്കുന്നു. എന്നാലേ അവിടെ അഗസ്ത്യമുനി വന്നത് യഥാർത്ഥത്തിൽ ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് അറിഞ്ഞിരുന്നില്ല. അപ്പോ അഗസ്ത്യമുനി അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി. നീ ബഹുമാനിക്കാത്തത് കൊണ്ട് നീ ഒരു മതയാനയായി പോകട്ടെ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് പ്രകാരം ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഒരു മതയാനയായി മാറി, ഗജേന്ദ്രൻ എന്ന പേരിലുള്ള ആന. അപ്പോൾ ശപിച്ചിട്ടും ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ അറിയാതെയാണോ, ഞാൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് വന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് അഗസ്ത്യമുനിക്ക് ശപിച്ചതിന് ശേഷം പശ്ചാത്താപം ഉണ്ടായി. അങ്ങനെ പറഞ്ഞു, നീ ആനയുടെ ജന്മമാണെങ്കിലും നിനക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ ആനയുടെ ജന്മത്തിൽ തന്നെ തിരിച്ച് നിനക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ ശാപമാണെങ്കിലും ഇതൊരു അനുഗ്രഹമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ ഗജേന്ദ്രൻ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ തടാകത്തിൽ കഴിഞ്ഞു. അവിടെ തടാകത്തിലൊരു ഹുഹു എന്ന ഗന്ധർവൻ ഉണ്ടായിരുന്നു. ആ ഗന്ധർവൻ മുതലയായിട്ട് മാറിയതായിരുന്നു ശാപം കിട്ടിയിട്ട്. ഒരിക്കലേ ഒരു ബ്രാഹ്മണൻ കുളിക്കുമ്പോഴേ ഈ ഹുഹു എന്ന ഗന്ധർവൻ വെള്ളത്തിനടിയിലൂടെ പോയിട്ട് ആ ബ്രാഹ്മണന്റെ കാല് പിടിച്ച് വലിക്കുകയും അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തുകയും ചെയ്തു. ഉടനെ ആ ബ്രാഹ്മണൻ അദ്ദേഹത്തെ ശപിച്ചു, നീ ഒരു മുതലയെ പോലുള്ള പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നീ ഒരു മുതലയായി മാറട്ടെ എന്ന് പറയുകയുണ്ടായി. പിന്നീട് ആ മുതലയായിട്ട് ഇവിടെ തടാകത്തിൽ കഴിയുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഗജേന്ദ്രനും വരുന്നത്. അങ്ങനെ തന്റെ സാമ്രാജ്യമായി കരുതി കഴിഞ്ഞിരുന്ന ആ മുതലയുടെ തടാകത്തിൽ ഗജേന്ദ്രൻ വന്നപ്പോൾ ആ മുതല രസിച്ചില്ല. ആ മുതല ഗജേന്ദ്രനെ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ കാലിനെ പിടിച്ചു. ആ കാലിനെ പിടിവിടാൻ വേണ്ടിയിട്ട് സ്വന്തം ശക്തി ഉപയോഗിച്ചിട്ട് ആനക്ക് അത്രയും ശക്തിയായിരിക്കും അല്ലെ, മതയാനയ്ക്ക് അതിലും 100 മടങ്ങ് ശക്തിയായിരിക്കും. അപ്പോ അങ്ങനെ ഏറ്റവും ശക്തിമാനായിരിക്കുന്ന തന്റെ കഴിവ് കൊണ്ട് ശക്തി കൊണ്ട് കുറെ ഈ പിടിയിൽ നിന്ന് വിടുവിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞില്ല. അവസാനം പൂർവജന്മത്തിലെ പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഓർക്കാൻ സാധിച്ചു. പൂർവജന്മത്തെ കുറിച്ച് ഓർമ്മ വന്നു. അങ്ങനെ ഭഗവാനെ കുറിച്ച് പ്രാർത്ഥനകൾ ചൊല്ലുകയും അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് വരികയും ഉടനെ ഒരു താമരപ്പൂ പറിച്ചിട്ട് ഭഗവാനായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ഗജേന്ദ്രനെ അതിൽ നിന്നും മുക്തനാക്കി മോക്ഷം നൽകുകയുണ്ടായി. അപ്പോഴവിടെ മുതലയ്ക്കും ആദ്യം മോക്ഷം ലഭിക്കുകയുണ്ടായി. പരീക്ഷത്ത് മഹാരാജാവ് ചോദിക്കുന്നു, എന്താണ്
യഥാർത്ഥത്തിൽ ഈ ഗജേന്ദ്രന് മോക്ഷം നൽകാനായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ആദ്യം ആ സുദർശനം അയച്ചിട്ട് ആ മുതലയുടെ പിടിയിൽ നിന്ന് വിടിച്ചത് മുതലക്കാണ് ആദ്യം ആ മോക്ഷം ലഭിച്ചത്. അപ്പോൾ പറയുന്നു ഒരു ഭക്തന്റെ കാലിലാണ് ആ മുതല പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തനെ സമീപിച്ചത് കൊണ്ട് തന്നെ അത് ആ മുതലക്ക് ആദ്യം മോക്ഷം ലഭിച്ചു, പിന്നീട് ഗജേന്ദ്രനും മോക്ഷം ലഭിച്ചു വരുന്നത്. അപ്പൊ ഒരു ഭക്തനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കും അല്ലെ. അപ്പോഴങ്ങനെ എന്താണ് ആ കാളിയനെയും കൊല്ലാതെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാളിയനെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന ഭഗവാന്റെ പ്രിയ ഭക്തിയാണ്. ആ യമുനയെ അവിടെ എന്താണ് യമുനയെയാണ് അവിടെ അഭയം തേടിയിരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആ ഭക്തയെ സമീപിച്ചത് കൊണ്ട് തന്നെ ആ കാളിയനെ വധിക്കാതെ വിട്ടു. പിന്നെ കാളിയന്റെ ഭാര്യമാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരിക്കുന്ന ഗജേന്ദ്രന് മോക്ഷം ലഭിച്ചു. ആ ഹൂഹു എന്ന ഗന്ധർവനും മോക്ഷം ലഭിക്കേണ്ടായി ഭഗവാന്റെ കൈകൊണ്ട് തന്നെ. അപ്പോൾ ആ ആനയുടെ ജന്മമായിട്ടും അത്രയും അപകടകരമായ അവസ്ഥയിലായിട്ടും ആ ഗജേന്ദ്രനെ ഭഗവാനെ ഓർക്കാനും ഒരു പുഷ്പം സമർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു അല്ലെ. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ടതാ. നമ്മൾ പഠിച്ചു പത്രം, പുഷ്പം, ഫലം, തോയം അല്ലെ. ഭഗവാനെ ഒരു തുളസിയിലയോ ഒരു പൂവോ അല്പം ജലമോ ഒരു പഴമോ ഒക്കെ സമർപ്പിക്കാം അല്ലെ. അപ്പൊ നമ്മളൊന്നും ഇതുപോലെ ഇത്രയും അപകടകരമായ അവസ്ഥയിലല്ല അല്ലെ. അപകടകരമായ അത്രയും അവസ്ഥയിലായിട്ടും ഒരു താമരപ്പൂ പറിച്ചിട്ട് ആ ഗജേന്ദ്രൻ സമർപ്പിച്ചു. നമ്മളിങ്ങനെ അപകടത്തിലൊന്നല്ല. ഇനി നമ്മൾ അപകടത്തിലൊന്നും പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്താ വേണ്ട, ഒരു തുളസിയിലയോ ഒരു താമരപ്പൂ എന്തെങ്കിലും ഒരു പൂവോ ഒരു പഴമോ അല്പം ജലമോ ഒക്കെ ഭഗവാന് ദിവസവും നമ്മൾ നിവേദിക്കണം, ഓഫർ ചെയ്യാം. ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാത്തവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതമായ എന്റെ ധാമം പ്രാപിക്കും. ഭഗവാന്റെ പ്രിയ ഭക്തന്മാര് അവരെപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർത്ത് തന്നെ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നവരല്ലേ. അവർക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യവും സംരക്ഷണവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ഭഗവദ്ധാമിൽ എത്തിച്ചേരും. ഇവിടെ കാണാം പ്രഭുപാദരി തന്റെ ശിഷ്യന്മാർക്കൊക്കെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരൊക്കെ അത് ആനന്ദത്തോടെ കേൾക്കുന്നു, ശ്രദ്ധയോടെ കേൾക്കുന്നു. അപ്പോ അങ്ങനെയാണ് ഭക്തന്മാർ പരസ്പരം നമ്മൾ പഠിച്ചല്ലേ ഭഗവാനെ കുറിച്ചുള്ള സത്കഥകൾ പറഞ്ഞിട്ട് അതിലെ ആനന്ദിക്കുകയും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അതച്ഛേത്വമഹങ്കാരാൻ നശോഷ്യസി വിനാംശസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാത്ത മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഭഗവാനെ കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കും. ഭഗവാനെ കുറിച്ച് എപ്പോഴും ഓർക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഭഗവത് പ്രസാദം കൊണ്ട് തന്നെ ഈ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യാത്ത ഭഗവാന്റെ വാക്കുകളൊക്കെ അതിനൊക്കെ അഹങ്കാരം കൊണ്ട് അതിനൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലോ, മിഥ്യാഹങ്കാരം കൊണ്ട് ഭഗവാനെ അനുസരിക്കാതെ പോയാലോ സർവനാശമാണ് ഫലം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഈ ലീലകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ജഗായി മതായി അവർക്ക് ഭഗവാൻ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായി അല്ലെ. അത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടും നിത്യാനന്ദ പ്രഭു ഗുരുവിന്റെ ഗുരു തത്വമാണെന്ന് പറയും. നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയുണ്ടായി അല്ലെ. അങ്ങനെ അവരെ നിഗ്രഹിക്കാനാണ് നോക്കിയത്. എന്നാലും നിത്യാനന്ദ പ്രഭു അവരോട് പൊറുക്കാനും അവർക്ക് ഭക്തി നൽകാനും കൃഷ്ണഭക്തി നൽകുകയും ഒക്കെ ചെയ്തല്ലേ. പിന്നീട് അവർ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരായി മാറി ആ ജഗായി മതായി. ഈശ്വര സർവഭൂതാനാം ഉദ്ദേശാർജുന തിഷ്ഠതി രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നല്ലേ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആനയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും പശുവിന്റെയും ബ്രാഹ്മണന്റെയും ചണ്ടാളന്റെയും എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്, പരമാത്മാവായിട്ട് വസിക്കുന്നു. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത
തത്പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പോ ഭഗവാന് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഭഗവത് പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് ശാന്തി ലഭിക്കും, ശാശ്വതമായിട്ടുള്ള ആ ഭഗവത് ധാമത്തില് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ അടുക്ക് എത്തിച്ചേരാനുള്ളൂ എന്ന് നേരത്തെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഭഗവാന് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ ഒരു പിക്ചർ. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് വലിയ കണ്ണുകളൊക്കെ ആയിട്ട് ഭഗവാന്റെ ആ രൂപം. ഇത് സാക്ഷാൽ കൃഷ്ണൻ തന്നെ ജഗന്നാഥനായിട്ട് അവതരിച്ചിട്ടുള്ളത്, ദാരുബ്രഹ്മനായിട്ട് ഭഗവാൻ മരത്തിൽ അവതരിച്ചു. അതാണ് ജഗന്നാഥൻ, ശ്രീ ജഗന്നാഥൻ. ഒറീസയിലെ ജഗന്നാഥപുരിയിലുള്ള ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വിഗ്രഹമാണ് ഇത് ജഗന്നാഥ ഭഗവാൻ. ഈ കണ്ണുകള് ഭഗവാന്റെ വൃന്ദാവനത്തിലുള്ള പ്രിയ ഭക്തരെ ഓർത്ത് അവരുടെ ആ ഭഗവാനെ വിട്ട് നിൽക്കുമ്പോഴുള്ള അവരുടെ വിരഹത്തെ ഓർത്തിട്ട് അവരുടെ സ്നേഹത്തെ ഓർത്തിട്ട് ഭഗവാനെ കേട്ട് 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 ഭഗവാന്റെ കണ്ണുകൾ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങി. അതാണ് ഈ രൂപം. പിന്നെ കൈകളും കാലുകളൊക്കെ ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ആ സ്നേഹത്തെ കുറിച്ചിട്ടും ആ വിരഹത്തിൽ അവരെനിക്ക് അനുഭവിക്കുന്ന ആ വേദനയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കേട്ട് കേട്ട് ആ ഭഗവാന്റെ പ്രിയ ഭക്തന്മാരെ കേട്ടിട്ട് അങ്ങനെ ഭഗവാൻ ഈ രൂപത്തില് ആവുകയുണ്ടായി. അപ്പോഴേ അതിന്റെ പിന്നിൽ വേറെയുമുണ്ട്. എന്താണ്? ഒരിക്കലെ ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് എന്ന മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഭഗവാന്റെ ആ വിഗ്രഹം പണി കഴിപ്പിക്കുക, അങ്ങനെ ആ പണി തീരുന്നതിലടക്ക് അത് ഒരിക്കലും തുറന്നു നോക്കരുത്, പണി പൂർത്തിയായാൽ മാത്രമേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ഷമയില്ലാതെ അദ്ദേഹം ഒരിക്കല് തുറന്നു നോക്കിയും അങ്ങനെ വിഗ്രഹം പണിതിരുന്ന ആ വിശ്വകർമാവ് അവിടെ വെച്ചിട്ട് പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങനെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഇങ്ങനെ പണി പൂർത്തിയാകാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ നാരദമുനി വരികയും നാരദമുനി ഇത് കണ്ടിട്ട് നാരദമുനിയോട് സങ്കടം പറയുകയും നാരദമുനി പറഞ്ഞു, ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, ഈ രൂപത്തിലാണ് ഭഗവാൻ, എന്താണ് ഭഗവാന്റെ ആ പ്രേമരൂപമാണിത്. ഭഗവാന്റെ കൈകളും കാലുകളിലൊക്കെ ഉൾവെളിഞ്ഞിട്ടുള്ള ആ കണ്ണുകൾ ഇങ്ങനെ അത്രയും വികസിച്ചിട്ടുള്ള ആ രൂപം, ഇത് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറയുക. അങ്ങനെ ആ വിഗ്രഹം ജഗന്നാഥപുരിയിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അപ്പോ നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു ജഗന്നാഥപുരിയിൽ രഥയാത്രയൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് നാഷണൽ ടിവിയിലൊക്കെ ലൈവ് ഉണ്ടായിരുന്നു ഫുൾ ഡേ. അപ്പോ ആ ജഗന്നാഥപുരിയുള്ള ആ ജഗന്നാഥ ഭഗവാൻ അത് രഥത്തില് ഭക്തന്മാരെയൊക്കെ കാണാനായിട്ട് എഴുന്നള്ളുന്നു. അതാണ് ജഗന്നാഥ രഥോത്സവം. നമ്മുടെ ശ്രീലപ്രഭുപാദരെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലേ, 5 വയസ്സുള്ളപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ ആവശ്യപ്പെടുന്നതിന് പകരം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ജഗന്നാഥ ഭഗവാനെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു രഥം വേണമെന്നാണ് അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം അച്ഛൻ ഒരു മരത്തിന്റെ രഥമൊക്കെ ഉണ്ടാക്കി 5 വയസ്സുള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ജഗന്നാഥ രഥോത്സവം നടത്തുകയുണ്ടായി ശ്രീല പ്രഭുപാദര്. ആ പ്രഭുപാദര് പിന്നീട് അമേരിക്കയിലൊക്കെ പോയിട്ട് ലോകം മുഴുവൻ പോയിട്ട് അവിടെയൊക്കെ ഈ ജഗന്നാഥ രഥോത്സവങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോഴിപ്പോഴും ലോകത്തിൽ 200ഓളം രാജ്യങ്ങളിൽ ഈ ജഗന്നാഥ രഥോത്സവം നടത്തുന്നു. ഭഗവാൻ ഭക്തന്മാരെ കാണാനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഭക്തന്മാരൊക്കെ എപ്പോഴും ബിസിയാണ് അല്ലെ. അപ്പൊ പിന്നെന്താ ചെയ്യാ, ഭഗവാൻ ഭക്തന്മാരെ കാണാനായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മളും കാണാം ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെ, ശിവേലിയൊക്കെ ഭഗവാൻ ആ ഭക്തന്മാരെയൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് എഴുന്നു. അപ്പോ അതുപോലെ ഭഗവാൻ ജഗന്നാഥ ഭഗവാൻ രഥത്തിലേറിയിട്ട് പുറത്തേക്ക് വരുന്നത്. ആ വൃന്ദാവനവാസികൾ ഭഗവാനെ അവിടെ രഥത്തിലിരുത്തിയിട്ട് വലിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോ അതിന്റെ ഓർമ്മക്കാണ് ആ ഭഗവാനെ രഥത്തിലിരുത്തിയിട്ട് വലിക്കുന്നതെന്ന് പറയാം. അപ്പൊ ആ വടം ആ കയറ് നമ്മൾ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഒരിക്കൽ സ്പർശിച്ചാൽ തന്നെ നമ്മുടെ എത്രയോ ജന്മങ്ങളായിട്ടുള്ള പാപങ്ങളെ ഇല്ലാതെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ രഥയാത്രയൊക്കെ കാണുകയാണെങ്കിൽ അതിന്റെ കയറിലെങ്കിലും ഒരിക്കലെങ്കിലും സ്പർശിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നടത്തലുണ്ട്. പാലക്കാട്, തിരുവനന്തപുരം, കണ്ണൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജഗന്നാഥ രഥയാത്ര ഉണ്ടാവാറുണ്ട്. ഈ കൊറോണയുടെ കാലത്തൊന്നും ഇല്ല. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ഭഗവാന്റെ ആ വടത്തിൽ ഒരിക്കൽ തൊടണം, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കണം. അപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് ഒറീസയിലെ പുരിയിലെ രാജാവായിരുന്ന അദ്ദേഹത്തിന് പ്രതാപരുദ്ര മഹാരാജാവ്. അവിടെയുള്ള ജഗന്നാഥപുരിയിലുള്ള രാജാവ് പ്രതാപരുദ്ര മഹാരാജാവ് അദ്ദേഹം ഭഗവാന്റെ ആ ജഗന്നാഥ രഥം പോകുന്ന വഴികളൊക്കെ അവിടെ റോഡൊക്കെ വൃത്തിയാക്കുന്നു, അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കുന്നു. രാജാവ് തന്റെ
ആ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കിരീടവും ഒക്കെ അഴിച്ചു വെച്ചിട്ടൊരു വൈഷ്ണവ ധോത്തി കൊടുത്തിട്ട് അവിടെയുള്ള ആ വഴികളൊക്കെ വൃത്തിയാക്കുന്നു. ഇന്നും ആ ജഗന്നാഥ രഥോത്സവം തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് ആ രാജകുടുംബത്തിലുള്ള വ്യക്തികൾ വന്നിട്ട് അവിടെ ജഗന്നാഥ ഭഗവാന്റെ രഥം പോകുന്ന വഴികളൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നു. അപ്പോ ഒരു രാജാവായിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? രാജാവ് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനായിട്ട് തന്റെ പദവിയോ സമ്പത്തോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് കാണിച്ചു തരുന്നു നമുക്ക്. അങ്ങനെ ആ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുകയും അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനത്തിനായിട്ട് ധാരാളം പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദന്മാരോടൊക്കെ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എന്നാൽ ഞാനൊരു സന്യാസിയാണ്, ഞാനൊരു രാജാവുമായിട്ടാണ് അടുപ്പം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്ത് പറയും? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തെ കാണണ്ട എന്ന് പറയുകയുണ്ടായി. ഒരു രാജാവിന്റെ ആ പദവിയിലുള്ളത് അല്ലെ, സന്യാസിമാർ അങ്ങനെയുള്ള ആ വലിയ പദവികളുള്ള അവരുടെ ആതിഥ്യമൊന്നും സ്വീകരിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ മകനെ അയക്കുകയുണ്ടായി. അപ്പൊ ആ മകൻ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹം തന്നെ ആഗ്രഹിച്ചു, അങ്ങനെ ഈ ഭക്തി സേവനങ്ങൾ കൊണ്ട് ഭഗവാനെ സംതൃപ്തനാക്കാൻ എന്ന് പറയും. അങ്ങനെ ഈ സേവനങ്ങളൊക്കെ ചെയ്യുകയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചൈതന്യ മഹാപ്രഭു വിശ്രമിക്കുമ്പോൾ അവിടെ പോവുകയും അവിടെ പോയിട്ട് ആ ഗോപീഗീതത്തിലൊക്കെയുള്ള ആ വരികള്, തവ കഥാമൃതം തപ്ത ജീവനും കവിപീരീഡിതം കൺമശാപകം, അങ്ങനെയുള്ള ആ വരികൾ പാടുകയും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഭഗവാന്റെ ആ കഥകള് സത്കഥകൾ കേൾക്കുക, അതാണ് നമ്മുടെ ആ ജീവിതം തന്നെ എന്നൊക്കെ പറയുന്ന ആ ഗോപികമാര് പ്രാർത്ഥിക്കുന്ന അവരുടെ ആത്മാവും ഒക്കെ ആ ഭഗവാന്റെ സത്കഥകളാണ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് ആ ഭഗവാന്റെ ലീലകളെ കുറിച്ച് വിവരിക്കുന്ന അങ്ങനെയുള്ള കീർത്തനങ്ങൾ പാടിയത് കൊണ്ട് അങ്ങനെ അതിന്റെ മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഈ സേവനങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് മഹാപ്രഭുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പൊ അതുപോലെ നമ്മളും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ക്ലാസ്സിന്, ഭക്തി സിദ്ധാന്ത സരസ്വതി പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പൊ നമ്മള് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണ്ട, നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ കാണാനായിട്ട് വരുമെന്ന് പറയും. അപ്പൊ നമ്മള് ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണ്ട. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭക്തിയുത സേവനങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഭഗവാൻ തന്നെ നമുക്ക് ദർശനം നൽകും, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്ന് പറയും. ഇതി തേ ജ്ഞാനമാഖ്യാദ്യം ഗുഹ്യാത്മുഖ്യതരം മയാ വിമർശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ അത് ചെയ്യുക. അപ്പൊ ഭഗവാനിവിടെ അർജുനനോട് പറയുന്നു, കുറെ കാര്യങ്ങള് ഭഗവാൻ പറഞ്ഞു കൊടുത്തല്ലേ, അതിരഹസ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനമായിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് പറയുന്നത്? നീ സമഗ്രമായി ആലോചിച്ചിട്ട് നിനക്ക് ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. നിനക്ക് ഉചിതമായിട്ടുള്ളത് എന്താണോ തോന്നുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലെ. ഭഗവാൻ ഒന്നും നിർബന്ധിക്കുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മളായാലും ഭഗവാനെ മറന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അല്ല, നമ്മൾ ഭഗവാന്റെ തിരുനാമമൊക്കെ ജയിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അവസരം ഭഗവാൻ നൽകും അല്ലെ. നമ്മൾ പഠിച്ചു, ഏതാമാം പ്രപത്യന്തെ താം സദൈവ ഭജാമ്യഹം എന്ന് പറയുന്നത്. ഭഗവാനെ നമ്മൾ ഏത് രീതിയിലാണ് സമീപിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഭഗവാൻ നൽകുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ഉചിതമായിട്ട് തോന്നുന്നത് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. സർവഗുഹ്യതമം ഭൂയഃ ശൃണുമേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വശ്യാമി തേ ഹിതം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്ക് നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണിത്. അപ്പോ ഭഗവാന്റെ പ്രിയ സുഹൃത്താണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇത്രയും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ പറയുന്നു, എനിക്ക് കുറച്ചുകൂടി അത്രയും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടി അത്രയും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉപദേശിക്കുന്നു. ഇനി അവസാനമായിട്ടുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ ഇനി 2 ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ പറയുന്നു. മന്മനാഭവ മദ്ഭക്തോ മത്യാചി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. നമ്മൾ ഈ 2 വരികൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ.
എവിടെയാണ് നമ്മൾ കേട്ടത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ 2 വരികള്? മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാ നമസ്കുരു എന്നുള്ള ഈ വരികള് നമ്മൾ ഏത് അധ്യായത്തിലാണ് കേട്ടത്? ആർക്കാണ് ഓർമ്മയുള്ളത്? കൈ ഉയർത്തിയാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതീവ രഹസ്യമായിട്ടുള്ള എന്നൊക്കെ. ഓക്കെ, സുവർണ പ്രഭ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. 9ാമത്തെ ചാപ്റ്ററിലേക്ക് അതെ അതെ, 9-ലെ 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെ? താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ 9ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? എന്റെ ഭക്തനാവുക, എന്നെ എപ്പോഴും ഓർക്കുക, എന്നെ ആരാധിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യുക എന്നല്ലേ. അതേ കാര്യം തന്നെ വീണ്ടും 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ 2 പ്രാവശ്യം പറയുന്നത്? അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. നമ്മൾ ചിലപ്പോഴേ എന്താണ് നമ്മൾ മറന്നുപോകും. അപ്പൊ ഭഗവാൻ ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 9-ാം അധ്യായത്തില് രാജവിദ്യ രാജഗുഹ്യം എന്ന ആ അധ്യായത്തിൽ, രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന അധ്യായത്തില് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള കാര്യം, അതീവ രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ആ 9:34 അതേ കാര്യം തന്നെ ആ 2 വരികൾ വീണ്ടും ഭഗവാൻ ഇവിടെ 65-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും എടുത്തു പറയുന്നു. അപ്പൊ നമ്മള് ഇത് അത്രയും പ്രധാനപ്പെട്ടതാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, നമ്മൾ ഇത് ആചരിക്കണം. അതുകൊണ്ട് തന്നെ ഭഗവാൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു 18-ാമത്തെ അധ്യായം ആവുമ്പോൾ. ഇവിടെ പറയുന്നു മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുകയും എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തും പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അർജുനോട് പറയുന്നു, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എന്നെ പ്രാപിക്കാം എന്ന് പറയുന്നു. ഇത് നമുക്കൊക്കെ ഉള്ള ഉപദേശങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് വലിയ പൈസകൾ ചെയ്തിട്ട് പൂജകൾ ചെയ്യാനോ അതൊന്നും ഭഗവാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളെ വീട്ടിലാണോ എവിടെയാണോ ഉള്ളത്, അവിടെ ഭഗവാനെ ഓർക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട അല്ലെ. നമ്മൾ ഓഫീസിലായാലും ഓർക്കാം, വീട്ടിലായാലും ഓർക്കാം, നടക്കുമ്പോഴായാലും ട്രാവൽ ചെയ്യുമ്പോഴേ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാം. ഭഗവാൻ തന്നെ അതിന് കുറെ കാര്യങ്ങൾ നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രസോഹം അപ്സുഖവന്തയ, ജലത്തിലെ രസം ഞാനാണ്, സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം ഞാനാണ് അല്ലെ. ഇപ്പൊ നമ്മള് വെള്ളം എവിടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും അല്ലെ. അപ്പൊ ഈ വെള്ളത്തിന്റെ രസം ഭഗവാനാണ്. അപ്പോഴും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. സൂര്യചന്ദ്രന്മാരെ നമ്മൾ സൂര്യനെ കാണാതിരിക്കോ ഇല്ല അല്ലെ. അസ്തമിക്കുന്നവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് ഭഗവാനെ ഓർമ്മ വേണം. ഈ സൂര്യന് പ്രകാശം നൽകുന്നത് ഭഗവാനാണ്. അങ്ങനെ നമുക്ക് എപ്പോഴും ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഏകാംശനസ്ഥിതോ എന്താണ് ഭഗവാന്റെ ആ ഒരു തേജസിന്റെ കണികയിലെ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്താണ് അത്രയും സുന്ദരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് അല്ലെ. എല്ലാം ഭഗവാന്റെ ഒരു തേജസിന്റെ അംശത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ തേജസ്സിട്ടുള്ള എന്ത് കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് എന്താണ് ഓർക്കേണ്ടത്? ആ ഭഗവാനെ കുറിച്ച് ഓർക്കണം അല്ലെ. അത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മള് ഭഗവാനെ കുറിച്ച് ഓർമ്മ വരണം. അപ്പൊ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാൻ പറയുന്നു. അതന്നെ അംബരീഷ് മഹാരാജാവും സഭയും മനകൃഷ്ണ പദാരവിന്റെ ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്ന് പറയുന്നു. പിന്നെ ഭഗവാന്റെ ഭക്തനാവുക, പിന്നെ ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക അല്ലെ. ഭഗവാനെ പ്രണമിക്കുകയാണെങ്കിൽ എന്താണ് സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാകും. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് ആ കലിയുഗത്തിലെ ഒരേ ഒരു വഴിയുള്ളൂ അല്ലെ. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ പ്രണമിക്കുക. നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംബരം എന്ന് ആ 18,000 ശ്ലോകങ്ങളുള്ള ആ ശ്രീമദ് ഭാഗവത്തിൽ അവസാനമായിട്ട് പറയുന്നു. നമ്മളെ ഭഗവാന്റെ മുന്നിൽ പ്രണമിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ എത്രയോ ജന്മങ്ങളായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു തീർച്ചയായിട്ടും ഭഗവാന് കാരുണ്യം ലഭിക്കും, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും ഒക്കെ സാധിക്കും എന്ന് പറയുന്നു. ഭക്തിയുത സേവനങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. ഭഗവാന്റെ കീർത്തനം ചെയ്യുക, ഭഗവാൻ എന്തെങ്കിലും നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക, ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ ആരാധിക്കുക, ഭഗവാന്റെ മുന്നിൽ പ്രണമിക്കുക ഒക്കെ. പ്രഭുപാദർ ഭഗവാന് പൂജകൾ ചെയ്യുന്നു, ഭഗവാന്റെ മുന്നിൽ പ്രണമിക്കുന്നു. ഇനി ഈ അവസാനമായിട്ട് ഭഗവത്ഗീതയിലെ അവസാനത്തെ ഭഗവാന്റെ ഉപദേശം അർജുനനുള്ളത് ഏറ്റവും അത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് 18:66. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ.
സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. അർജുനനോട് പറയുന്നു, സർവധർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ഭഗവാനിൽ സറണ്ടർ ആവാൻ, ഭഗവാനെ ശരണം തേടാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും, സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കും, ഭയപ്പെടേണ്ട എന്ന് ഭഗവാനോട് പറയുന്നു. അപ്പോ നമ്മളോട് ഒക്കെയുള്ള ഉപദേശമാണ്. പലരും ചോദിക്കും, നമ്മൾ കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ എന്താ സംഭവിക്കുക എന്നൊക്കെ. അപ്പൊ അതിന് ഭഗവാൻ ഉത്തരം തരുന്നു. എന്താ പറയുന്നത്? ഇവിടെ ക്രിസ്മസിന്റെ ഒക്കെ ബഹള ഘോഷയാത്രയൊക്കെ പോകും. അപ്പൊ ഇവിടെ പറയുന്നത് സർവധർമ്മങ്ങളെ ത്യജിച്ചിട്ട് ഭഗവാനിലെ ശരണം തേടുക. അങ്ങനെയാണെങ്കിൽ എല്ലാ പാവപ്രതികരണങ്ങളും മോചിപ്പിക്കും, ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. അപ്പോ നമുക്കൊക്കെയുള്ള ഉപദേശങ്ങളാണ്. ഭഗവാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ കുറെ യോഗങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം ഒക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. ഭഗവാൻ ഇപ്പൊ അവസാനമായിട്ട് പറയുന്നു, സർവധർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ഭഗവാനിൽ ശരണം തേടാൻ വേണ്ടിയിട്ട്, ഭഗവാന് പൂർണ്ണമായിട്ടും ശരണാവാൻ വേണ്ടി. കൃഷ്ണപ്രഭു കേൾക്കുന്നുണ്ടോ? നിതേഷ് പ്രഭു വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാവും? അല്ലാണ്ട് കൂടുതൽ ശബ്ദം ഉണ്ടാവും? കേൾക്കാമോ? വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാ? വേറെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നാലും കേൾക്കാം പ്രഭുജി, ശ്രദ്ധിച്ചേ കേൾക്കാം. അത് ഘോഷയാത്ര അതുകൊണ്ടാണ്, സോറി. കേൾക്കാം പ്രഭുജി, കുഴപ്പമില്ല, കേൾക്കാം. ഓക്കെ. അപ്പൊ ക്രിസ്മസിന്റെ ഇതൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ്, സോറി. ഓക്കെ. അപ്പോ അങ്ങനെ ഭഗവാൻ പറയുന്നു, സർവ്വധർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ഭഗവാനിലെ ശരണം തേടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പാപപ്രതികരണങ്ങളും മോചിപ്പിക്കാൻ, ഭയപ്പെടേണ്ട എന്ന് ഭഗവാനോട് പറയുന്നു. നമുക്കൊക്കെയുള്ള ഉപദേശമാണ്. നമ്മൾ ഭഗവാന് സറണ്ടർ ആവുക അല്ലെ. പ്രഭുപാദരുടെ അടുത്ത് ചോദിക്കണ്ടായി, ഭഗവാന് സറണ്ടർ ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണ്ടപ്പോ എന്ന് ചോദിക്കണ്ടായി പ്രഭുപാദർ പറഞ്ഞു, ഒരു നിമിഷമേ വേണ്ടൂ. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് വേണ്ടത് അല്ലെ ഭഗവാനിൽ. ഭഗവാൻ നമ്മളെ എപ്പോഴും സംരക്ഷിക്കും. ഭഗവാൻ എന്താണ്, നമുക്ക് ഭാവിയെ കുറിച്ച് ഉത്കണ്ഠയൊന്നും വേണ്ട. ഭഗവാൻ എല്ലാം അറിയാം. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നത്. ഭഗവാൻ അറിയാം എല്ലാം, ഇന്നത്തെ കാര്യം നാളത്തെ കാര്യം ഒക്കെ ഭഗവാൻ അറിയാം. അപ്പോ ഭഗവാൻ അറിയാം നമ്മുടെ ഭാവിയെ കുറിച്ചും ഒക്കെ. നമുക്ക് അതിന് ഉത്കണ്ഠയും ഭയം ഒന്നും വേണ്ട, ഭഗവാനെ ശരണം പ്രാപിക്കും. അപ്പൊ നമുക്ക് ആ പൂർണ്ണ വിശ്വാസം ഭഗവാനിൽ കാണാം. പ്രഭുപാദർ പറയുന്നു, നമുക്ക് ഭഗവാനിൽ ശരണം തേടാനായിട്ട്, സറണ്ടർ ആവാനായിട്ട് ഒരു നിമിഷം മാത്രം മതി എന്ന് പറയുന്നു. ഇനി ഭഗവത്ഗീതയുടെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ ഭഗവാനോട് പറയുന്നു. യായിദം പരമം ഗുഹ്യം മദ്ഭക്തേഷാഭിദാസ്രതി മദ്ഭക്തിമയീം പരാം കൃത്വാ മാമേവൈഷ്യത്യ സംശയഃ. യായിദം പരമം ഗുഹ്യം മദ്ഭക്തേഷാഭിദാസ്യതി ഭക്തിമയീം പരാം കൃത്യാം മാമേവൈഷ്യത്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തി സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭഗവാനിവിടെ പറയുന്നു, ഈ ജ്ഞാനം, ഭഗവത്ഗീതയിലെ ജ്ഞാനം, ഉപദേശങ്ങൾ, ഭഗവാന്റെ ഉപദേശങ്ങൾ ഇത് ആരാണോ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നത് അവർക്ക് ശുദ്ധ ഭക്തി സേവനം സുനിശ്ചിതമാണെന്ന് പറയുന്നു. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നജ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയ കൃത്തമഃ ഭവിതാ നച മേ തസ്മാ തന്യാ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഭഗവത്ഗീത അത് അത്രയും അമൂല്യമാണല്ലേ. ഭഗവാന്റെ ആ തിരുമുഖത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അപ്പൊ ഈ ഉപദേശങ്ങൾ, സന്ദേശങ്ങൾ ആരാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഭഗവാന് പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു. അവർക്ക് ഭക്തിയുത സേവനം സുനിശ്ചിതമാണെന്ന് പറയുന്നു. ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണെന്ന് പറയുന്നു. അവസാനം അയാൾ ഭഗവദ്ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെയോ, ഈ ഇങ്ങനെയുള്ള ഒരു ഭക്തനേക്കാളും എനിക്ക്
പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനിയൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരാവണോ, നമുക്കൊക്കെ ശുദ്ധ ഭക്തിത സേവനം ലഭിക്കണോ എങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ കൃഷ്ണാബോധവാന്മാരാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നീട് നമ്മളിനി ജനുവരി 3 മുതൽ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, 21ാമത്തെ ബാച്ച്. അതിലേക്ക് നിങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അവരൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് ഈ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുക, അവരോടൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറയുക. അപ്പൊ അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പരോപകാരം എന്ന് പറയുന്നത്. എല്ലാ ജീവാത്മാക്കളും എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തേണ്ടതാണ്. അവരൊക്കെ ഭഗവാന്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. അവരൊക്കെ ഭഗവാനിൽ നിന്ന് വേർപെട്ട് ഭഗവാനെ മറന്നുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കലാണ്. ഇതാണ് യഥാർത്ഥം, ഇതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട്, ഇതാണ് യഥാർത്ഥമായിട്ട് ആനന്ദം ലഭിക്കുന്നതെന്ന് ആഗ്രഹിച്ചിട്ട് അവരൊക്കെ അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നല്ലേ. അപ്പൊ അവർക്കൊക്കെ ശരിയായ ജ്ഞാനം പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ ഈ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കറിയാം നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിലൊക്കെ 100ഉം 500ഉം 1000കണക്കിനൊക്കെ ഒരാളെ കോണ്ടാക്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പോ അതിലൊക്കെ നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യുക. ഈ ഭഗവത്ഗീത ക്ലാസ്സിന്റെ ഇസ്കോൺ ബാംഗ്ലൂരു നടത്തുന്ന ഭഗവത്ഗീത ക്ലാസ്സിനെ കുറിച്ചിട്ട് അവരോട് പങ്കെടുക്കാൻ പറയുക. അവര് നമ്മൾ കുറെ മെസ്സേജ് ഒക്കെ ഫോർവേഡ് ചെയ്യുന്നല്ലേ, കോമഡി ആയിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ടും. അപ്പോ ഭൗതിക വാർത്തകൾ അങ്ങനത്തെ ഒക്കെ മെസ്സേജ് ഒക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യില്ലേ. അപ്പൊ അതിന്റെ കൂടെ ഈ ആത്മീയമായിട്ടുള്ള, അവർക്കൊക്കെ ആത്മീയമായിട്ടുള്ള ഉന്നതി ലഭിക്കുന്ന ഈ മെസ്സേജ് കൂടി നിങ്ങൾ എല്ലാവർക്കും കൈമാറുക. അപ്പൊ അവരൊക്കെ അങ്ങനെ കൃഷ്ണാബോധവാന്മാരാവട്ടെ. അപ്പൊ അതിന് നിങ്ങളൊരു കാരണക്കാരാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിക്കും. ഭഗവാനോട് പറയുന്നു, ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങനെയുള്ളവര്. അപ്പൊ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ചു അല്ലെ, നമ്മൾ യഥാർത്ഥ അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരണം. അവർക്കൊക്കെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതാണ് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മാതാപിതാക്കളെ എന്നൊക്കെ ശ്രീമദ് ഭാഗവതം പറയുന്നതായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോൾ ഇവിടെ ഇതിൽ തന്നെ ഭഗവത്ഗീത തന്നെ കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, മലയാളത്തിലും ഉണ്ട്, മറ്റുള്ള ഭാഷകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ അവരെ പങ്കെടുപ്പിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ള ഒരു വൃത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ പ്രിയ ഭക്തനാണ് സി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദര്. ലോകം മുഴുവൻ കൃഷ്ണാബോധം, ഭഗവത്ഗീതയുടെ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചു. എല്ലായിടത്തും ഈ കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു. അവരൊക്കെ കൃഷ്ണഭക്തന്മാരാക്കി. എത്രയോ രാജ്യങ്ങള് നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് പ്രഭുപാദര് കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു. ചെറിയ ഒരു ഉത്തര കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെ കൃഷ്ണാബോധത്തിന് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാതുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്കോൺ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ധാരാളം ഭക്തന്മാരുണ്ട്. അവരൊക്കെ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു, ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലും ക്ഷേത്രങ്ങളായിട്ടില്ലെങ്കിലും സത്സംഗങ്ങളുണ്ട്. എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ അവരൊക്കെ ഒത്തുകൂടുന്നു. അവര് ഭഗവത്ഗീത ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവാന്റെ വിഗ്രഹങ്ങൾ പൂജിക്കുന്നു. അപ്പൊ എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങളിൽ വരെയുണ്ട്. അപ്പൊ എല്ലായിടത്തും ഈ കൃഷ്ണാബോധം പ്രചരിപ്പിച്ചിട്ടുള്ളത് ശ്രീല പ്രഭുപാദരാണ്. അപ്പൊ ആ ശ്രീല പ്രഭുപാദര് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണാബോധം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ പ്രഭുപാദര് സ്ഥാപിച്ചിട്ടുള്ള ഇസ്കോൺ ലോകം മുഴുവൻ. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഈ സങ്കീർത്തന പ്രസ്ഥാനം എപ്പോഴും വിജയിക്കട്ടെ എന്ന് സാക്ഷാൽ കൃഷ്ണനായിട്ട് അവതരിച്ച ചൈതന്യ മഹാപ്രഭു തന്നെ, കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചപ്പോൾ പറയുന്നു ശിശാഷ്ടകത്തിൽ. അപ്പോ ആ നാമസങ്കീർത്തന പ്രസ്ഥാനം അതാണ് നമ്മുടെ ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രഭുപാദര് ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അല്ലെ. നേരത്തെ നമ്മൾ പഠിച്ചു പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി, അത് രാധാകൃഷ്ണന്മാർക്ക് എത്രയും പ്രിയപ്പെട്ടതാണ്. ഭഗവാന്റെ നിത്യലയിലുള്ള മഞ്ജരിയാണ് ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ശ്രീല പ്രഭുപാദർ അല്ലെ. ആ ഗുരുവിന്റെ വാക്കുകൾ സത്യമാക്കാനായിട്ട് 70ാമത്തെ വയസ്സിലും ലോകം മുഴുവൻ സഞ്ചരിച്ച് കൃഷ്ണാബോധം പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ പ്രഭുപാദരെക്കാളും പ്രിയങ്കരനായിട്ട് ആരുമില്ല ഭഗവാനി. അപ്പൊ ആ പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നു, പ്രഭുപാദരുടെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ച് ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഭുപാദര് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. നമുക്ക് യാതൊരു യോഗ്യതയില്ലെങ്കിലും ആ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് നമുക്കൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭക്തി സേവനങ്ങൾ ചെയ്യുക, ഭഗവത്ഗീതയൊക്കെ പ്രചരിപ്പിക്കുക.
അദ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനേഹ നിഷ്ടസ്യാമിതി മേ മതിഃ. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുന്നു എന്നല്ലേ, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ നൽകുന്നല്ലേ, അവർ തമ്മിലുള്ള സംഭാഷണം. അത് പഠിച്ചറിയുന്നവർ എന്താ ചെയ്യുന്നത്? ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ്. നമ്മളിപ്പോ വെറുതെ സമയം കളയുന്നില്ല, നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നതാണ്. എങ്ങനെയാണ്? ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ആ ഉപദേശങ്ങള് പഠിക്കുന്നല്ലേ. അപ്പൊ അത് ഭഗവാൻ പറയുന്നു, എന്നെ ആരാധിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ മറ്റുള്ളവരൊക്കെ ഇപ്പൊ കാണാം, സീരിയലും സിനിമകളൊക്കെ കണ്ടിട്ട് സമയം വെറുതെ പാഴാക്കുന്നുണ്ടാവും അല്ലെ. നമ്മൾ എന്നാലും ഈ 1 മണിക്കൂർ വെറുതെ പാഴാക്കുന്നതല്ല. ഭഗവാൻ പറയുന്നു ഭഗവാന്റെ സേവനം തന്നെയാണ്, ഭക്തിയുടെ സേവനം തന്നെയാണ്. കാരണം നമ്മൾ ഭഗവാനെ ആരാധിക്കുകയാണ്. ഭഗവാന്റെ ആ തിരുമുഖത്ത് നിന്നുള്ള വാക്കുകൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കച്ചിദേതച്യുതം പാർത്ത ത്വയേകാഗ്രേണ ചേതസ കച്ചിദജ്ഞാന സമ്മോഹ പ്രാണഷ്ടസ്തേ ധനഞ്ജയ. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്ന് ഉളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ഭഗവാൻ ചോദിക്കുന്ന അർജുനോട്, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ അജ്ഞാനമൊക്കെ പോയില്ലേ എന്ന് ചോദിക്കുന്നു. അർജുന ഉവാച അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഇവിടെ അർജുനൻ പറയുന്നു കരിഷ്യേ വചനം തവ എന്ന് ഭഗവാനോട്. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഭഗവാന്റെ ആജ്ഞയനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു പറഞ്ഞു. കരിഷ്യേ വചനം തവ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും. എന്താണ് കരിഷ്യേ വചനം തവ? അർജുനൻ പറയുന്നത് പോലെ ഭഗവാന്റെ ആജ്ഞയനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നമ്മളും തയ്യാറായിരിക്കണം. ഭഗവാൻ കുറെ ഉപദേശങ്ങളൊക്കെ തന്നു അല്ലെ, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ പ്രണമിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇതൊക്കെ തന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുസുഖം കർത്തുമവ്യയം, നമുക്ക് വേറെ പൈസ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ ഇതൊക്കെ അല്ലെ. ഇതൊക്കെ നമ്മൾ ചെയ്യുക, ഭഗവാന്റെ ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മൾ അത് എപ്പോഴും പാലിക്കുക അല്ലെ. അങ്ങനെയാണെങ്കിലാണ് യഥാർത്ഥ വിജയം. നമ്മൾ 18 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അല്ലെ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണം കിട്ടുന്നത്. അപ്പോൾ ഭഗവാനോട് അർജുനയോട് പറയുന്ന, എന്റെ വ്യാമോഹമൊക്കെ തീർന്ന് അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടിയെന്ന്. അപ്പൊ ഇപ്പൊ എല്ലാ സംശയങ്ങളും നീങ്ങി, ഞാൻ ദൃഢനാണ്. അപ്പൊ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് അർജുനനോട് പറയുന്നു. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം എന്നെ കോൾമയിൽ വിളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. അപ്പോ ആ ധൃതരാഷ്ട്ര കൊട്ടാരത്തിൽ തന്നെയാണ് സഞ്ജയനും ഇരിക്കുന്നത്. എന്നാൽ സഞ്ജയന് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്നതൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നു. വ്യാസദേവന്റെ ശിഷ്യനാണ് സഞ്ജയൻ. അതുകൊണ്ട് തന്നെ ആ വ്യാസദേവന്റെ കാരുണ്യം കൊണ്ട് അതിന് സാധിച്ചിരുന്നു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാവുന്നു. രാജാവേ, അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു. വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാവുന്നു. ഇതൊക്കെ ധൃതരാഷ്ട്രോട് പറയുന്നു അല്ലെ. ധൃതരാഷ്ട്രോടാണ് പറഞ്ഞു കൊടുക്കുന്നത് സഞ്ജയൻ ഇതൊക്കെ. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും ആ ധൃതരാഷ്ട്ര ഉള്ളിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല അല്ലെ. ആ സഞ്ജയനെ അത് ഭഗവാനും അർജുനനും തമ്മിലുള്ള ആ സംഭാഷണം കേട്ടിട്ട് അത് വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ആനന്ദം ലഭിക്കുന്നു. ആ ഭഗവാന്റെ രൂപം ഓർക്കും തോറും ആനന്ദം ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നല്ലേ. എന്നാൽ ആ ധൃതരാഷ്ട്രം ഒന്നും ഉണ്ടായില്ല. അപ്പോ ആ ധൃതരാഷ്ട്ര ഭൗതികമായിട്ടും അന്ധനാണ്, സ്പിരിച്വലായിട്ടും അന്ധനാണ്. ആ തന്റെ മനസ്സിൽ ഒക്കെ അന്ധതയാണ്. സ്വന്തം മക്കളോടുള്ള അമിത വാത്സല്യം മൂലം അല്ലെ, എന്താണ് എന്ത് തന്നെ ചെയ്താലും അതിനൊക്കെ പിന്തുണച്ചത് കൊണ്ട് അവരങ്ങനെ അധർമ്മികളായി തീർന്നു. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും ഈ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഭഗവത്ഗീത
ഭഗവാൻ ആ അർജുനന് ഉപദേശിക്കുന്ന ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും യാതൊരു മാറ്റവും ധൃതരാഷ്ട്രമുള്ളിൽ ഉണ്ടായില്ല. നമ്മളൊരിക്കലും അതുപോലെ ആവരുത്. നമ്മൾ ഈ സഞ്ജയൻ പറയുന്നത് പോലെ നമുക്ക് ആ ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ ആ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും എന്താണ് ആനന്ദം ഉണ്ടാവണം അല്ലെ. നമുക്ക് ഭഗവാനെ കുറിച്ച് എപ്പോഴും ഓർക്കാനും ഒക്കെ സാധിക്കണം. ഇനി ചാപ്റ്ററിലെ അവസാനത്തെ ശ്ലോകം 18-78. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥാധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനിധിർമതിർമമ. നമുക്ക് എല്ലാവർക്കും ഈ ശ്ലോകം ചൊല്ലാം. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥാധനുർധര തത്ര ശ്രീർവിജയോ യോഗേശ്വര കൃഷ്ണ എത്ര യോഗേശ്വര കൃഷ്ണോ യോഗേശ്വര കൃഷ്ണോ തത്ര ശ്രീർവിജയോ ധ്രുവാനി ധർമ്മ യോഗീശ്വരോ ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. എപ്പോഴും ഭഗവാന്റെ ആ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവരും ചൊല്ലുന്ന ഈ പ്രാർത്ഥന അല്ലെ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥാധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനിധിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു, എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനുള്ളത്, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുള്ളത്, അവിടെയാണ് എല്ലാ ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പോ നമുക്കും ഇങ്ങനെ വിജയവും ഐശ്വര്യവും ഒക്കെ ലഭിക്കണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? വിജയവും ഐശ്വര്യവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവണം അല്ലെ. ഈ പാണ്ഡവരുടെ കൂടെ അർജുനന്റെ കൂടെ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എല്ലാ വിജയങ്ങളും ലഭിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കും ജീവിതത്തിൽ വിജയങ്ങൾ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യണം. എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. എല്ലാം എന്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവത്ഗീതയിലേക്ക് അനേകം പ്രശ്നങ്ങളിൽ നമുക്ക് അനേകം പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നു. അതിനൊക്കെ ഭഗവാൻ ഇതിൽ ഉത്തരം തരുന്നു. എല്ലാറ്റിനും നമുക്ക് ഓരോരോ അധ്യായങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. എല്ലാം നമ്മൾ ശരീരമെല്ലാം ആത്മാവാണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാത്ത ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം ഒക്കെ പഠിച്ചല്ലേ. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഭഗവാൻ പിന്നെ അതിരഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഭഗവാന്റെ ആ സേവനങ്ങൾ ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നമ്മൾ പാലിക്കുക. ഇനി 18 ദിവസം കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് ലെവല് കോഴ്സ് ഇനി അടുത്ത മാസം മുതൽ തുടങ്ങും. അപ്പൊ അതിൽ എല്ലാവരും പങ്കെടുക്കുക. അത് 108 പ്രാവശ്യം ഭഗവാന്റെ തിരുനാമം ജപിക്കണം. അത് മാത്രമേ ഉള്ളൂ. കോഴ്സൊക്കെ സൗജന്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി ഈ ബാച്ചിലുള്ളവരൊക്കെ 108 പ്രാവശ്യം ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നവർക്കായിട്ട് ടെമ്പിളിൽ നാമനിഷ്ഠ പ്രഭു നിങ്ങളെ പേരില് ആ പുഷ്പങ്ങളൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കും. ഞായറാഴ്ച ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതിന്റെ സമയം അറിയിക്കും. ശ്രദ്ധാവാൻ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 108 പ്രാവശ്യം ഭഗവാന്റെ തിരുനാമം എപ്പോഴും മുടങ്ങാതെ ജപിച്ചുകൊള്ളു എന്ന് ഭഗവാന്റെ ആ ശ്രീ രാധാ ഗോവിന്ദന്റെയും ശ്രീലപ്രഭുപാദരുടെ ഒക്കെ മുന്നിൽ നമ്മൾ ആ ഒരു സങ്കല്പം എടുക്കുന്നതാണ്. അതുകൊണ്ട് വേറെ അന്നൊരു ഒരു ദിവസം നമുക്ക് ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം അതുകൂടി ചേർത്തിട്ട് ജപിച്ചാൽ മതി. അപ്പം അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അതിന്റെ സമയം ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് ആരും എക്സിറ്റ് ആവാതിരിക്കുക. ഗ്രൂപ്പിലാണ് ഇനിയുള്ള മെസ്സേജുകളൊക്കെ അറിയിക്കുക. സെക്കൻഡ് ലെവലിൽ നിങ്ങൾക്ക് ചേരാം. അപ്പൊ എന്തെങ്കിലും അതിന് ചേരുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഓൺലൈനിൽ പ്രോഗ്രാം നടത്തുമ്പോൾ കുറെ സപ്പോർട്ട് വേണം. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് മാനേജ് ചെയ്യാനും പിന്നെയുള്ള ശ്ലോക ചാറ്റിംഗ് ഒക്കെ അതൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ
ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാം. അപ്പൊ അങ്ങനെ കുറെ സേവനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ദിവ്യ മാതാജിയാണ് ചെയ്യുന്നത്. ഇപ്പൊ മാതാജി ഇപ്പം കുറച്ച് കഴിയാത്ത അവസ്ഥയാണ്, എന്നാലും മാതാജി ചെയ്യുന്നുണ്ട്. മാതാജി ഒരു എന്താണ് പ്രഗ്നന്റ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ സേവനങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും താല്പര്യമുള്ളതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പോൾ എല്ലാ സ്കൂളൊക്കെ ആക്റ്റീവായി. അപ്പോൾ അവരൊക്കെ കുറച്ച് ബിസിയാണ്, ടീച്ചേഴ്സ് ആണ്, അവരൊക്കെ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം, അല്ല എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ടെമ്പിളിലുള്ള ഡെയിലി നടക്കുന്ന പ്രോഗ്രാമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. 4:30 മുതൽ 5 മണി വരെ മംഗളാരതി ഉണ്ടാവും, ഭഗവാനെ പൂജകൾ ആരതി ഉണ്ടാവും. പിന്നെ 5:30 മുതൽ 6 മണി വരെ ജപ. പിന്നെ ഭാഗവതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും നാമനിഷ്ഠ പ്രഭു. പിന്നെ വീണ്ടും 6 മുതൽ 7 മണി വരെ ജപം തന്നെ ഉണ്ട്. പിന്നെ 8 മണി മുതൽ 9 മണി വരെ ഭാഗവതം ക്ലാസ് ഉണ്ട്. അത് ഇംഗ്ലീഷിലാണ്, പിന്നെ ഹിന്ദിയിലും ഒക്കെ നടക്കുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പൊ തുടങ്ങിയില്ല, എങ്കിലും നമ്മൾ തുടങ്ങും. പിന്നെ 3 മുതൽ 4:15 വരെ ഗൗരലീലയെ കുറിച്ചുള്ള വിവരണം, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അപ്പോൾ ഇതാണ് ടെമ്പിൾ പ്രോഗ്രാം. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പങ്കെടുക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ഷേത്രം സന്ദർശിക്കാം. അവിടെ ഇതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതിൽ നമ്മൾ രാവിലെയുള്ള നാമം ജപിക്കുന്നതിലൊക്കെ പങ്കെടുക്കുക. പറ്റുന്നവർ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പിന്നീട് കുഴപ്പമില്ല, ബിസി ആണെങ്കിൽ നിങ്ങൾ ജപിച്ചാൽ മതി. ദിവസവും 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുക. സെക്കൻഡ് ലെവലിൽ എല്ലാവരും പങ്കെടുക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ പ്രഭുപാദ് की जय, श्री गुरु महाराज की जय. प्रणा